ടു ബ്രൈറ്റ് CS അക്കാഡമി. ന്യൂട്രീഷൻ ഇൻ ആനിമൽസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചു പ്ലാന്റ്സ് ഫുഡ് ഉണ്ടാക്കുന്നത് ഫോട്ടോസിന്തസിസ് എന്ന പ്രോസസ്സ് വഴിയാണ്. ആനിമൽസിന് ഭക്ഷണം കിട്ടുന്നത് ഒന്നിക്കത് പ്ലാന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യും, അല്ലെങ്കിൽ പ്ലാന്റ്സിനെ ഭക്ഷിച്ച വേറൊരു ആനിമലിനെ അത് ഡിപ്പെൻഡ് ചെയ്യും. അങ്ങനെയാണ് ആനിമൽസിന് ഫുഡ് കിട്ടുന്നത്. നിങ്ങൾക്ക് ഒരു ഫുഡിൽ എത്ര കോമ്പോണൻസ് ഉണ്ടാവും എന്നറിയാവോ? ഒരു ഫുഡിൽ 7 കോമ്പോണൻസ് ഉണ്ടാവും. അതേതൊക്കെയാണെന്നറിയാവോ? കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻ, ഫാറ്റ്, ഫൈബർ, വിറ്റാമിൻ, മിനറൽ, വാട്ടർ. ഇതാണ് 7 കോമ്പോണൻസ്. ഇതിൽ കാർബോഹൈഡ്രേറ്റ്സ് ആർ കോംപ്ലെക്സ് സബ്സ്റ്റൻസ്. ഈ ഒരു കോംപ്ലെക്സ് സബ്സ്റ്റൻസിനെ യൂട്ടിലൈസ് ചെയ്യാൻ അത്ര എളുപ്പമല്ല. അതുകൊണ്ട് തന്നെ എന്താ, ഇത്രയും കോംപ്ലെക്സ് ആയിട്ടുള്ളതിനെ സിമ്പിൾ പാർട്ടിക്കിൾ ആക്കണം. സോ ദേ ആർ ബ്രേക്ക് ഡൗൺ ഇൻ ടു സിംപ്ലർ സബ്സ്റ്റൻസസ്. ബ്രേക്കിംഗ് ഡൗൺ ഓഫ് കോംപ്ലെക്സ് സബ്സ്റ്റൻസസ് ഇൻ ടു സിംപ്ലർ സബ്സ്റ്റൻസ് ഈസ് കോൾഡ് ഡൈജഷൻ. അപ്പോൾ എന്താണ് ഡൈജഷൻ? കോംപ്ലെക്സ് ആയിട്ടുള്ള ഫുഡ് പാർട്ടിക്കിളിനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് സിംപ്ലർ സബ്സ്റ്റൻസ് ആക്കും. അതിനെയാണ് നമ്മൾ ഡൈജഷൻ എന്ന് പറയുന്നത്. ഡിഫറെൻറ്റ് വേസ് ഓഫ് ടേക്കിംഗ് ഫുഡ്. ഓരോ ഓർഗാനിസവും അത് ഭക്ഷണം ഭക്ഷിക്കുന്നത് പല തരത്തിലായിരിക്കും. അതാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത്. ബീസ് ആൻഡ് ഹമ്മിങ് ബേർഡ് സക്സ് ദ നെക്ടർ ഓഫ് പ്ലാന്റ്സ്. അത് സക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇൻഫാൻറ്റ്സ് ഓഫ് ഹ്യൂമൻ ആൻഡ് മെനി അതർ ആനിമൽസ് ഫീഡ് ഓൺ മദേഴ്സ് മിൽക്ക്. അത് സക്ക് ചെയ്തിട്ട് കുടിക്കുകയാണ് ചെയ്യുന്നത്. സ്നേക്സ് ലൈക്ക് ദ പൈത്തൺ സ്വാലോ ദ ആനിമൽസ് ദേ പ്രേ അപ്പോൺ. അത് ഇരകളെ വിഴുങ്ങുകയാണ് ചെയ്യുന്നത്, സ്വാലോ ആണ് ചെയ്യുന്നത്. അതുപോലെ സ്ക്രാപ്പിംഗ് ഉണ്ട്, ചൂയിങ് ഉണ്ട്, സക്കിങ് ഉണ്ട്, സ്വാലോയിങ് ഉണ്ട്. സ്ക്രാപ്പിംഗ് എന്ന് പറഞ്ഞാൽ ചുരണ്ടൽ, ചൂയിങ് എന്ന് പറഞ്ഞാൽ ചവച്ചിട്ട് തിന്നൽ, പിന്നെന്താ സ്വാലോയിങ് എന്ന് പറഞ്ഞാൽ വിഴുങ്ങൽ. ഇങ്ങനെയൊക്കെ ഡിഫറെൻറ്റ് ടൈപ്പിലാണ് ഓരോ ആനിമൽസ് ഫുഡ് കഴിക്കുന്നത്. ഡൈജഷൻ ഇൻ ഹ്യൂമൻ. ഇനി നമ്മൾ ഹ്യൂമൻസിലെ ഡൈജഷനാണ് പറയുന്നത്. വി ടേക്ക് ഫുഡ് ത്രൂ മൗത്ത്. നമ്മൾ വായിൽ കൂടെയാണ് ഭക്ഷണം തിന്നുന്നത്, അല്ലേ? ഫുഡ് ട്രാവൽസ് ത്രൂ കണ്ടിന്യൂസ് കനാൽ വിച്ച് ബിഗിൻസ് ദ ബക്കൽ കാവിറ്റി ആൻഡ് എൻഡ്സ് അറ്റ് ആനസ്. അത് ബക്കൽ കാവിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളെ മൗത്ത്, അവിടെ തുടങ്ങിയിട്ട് ആനസിലാണ് അത് അവസാനിക്കുന്നത്. ഇറ്റ്സ് എ വെരി ലോങ് പാത്ത്. അത് വെരി ലോങ് പാത്താണ്. ദ കനാൽസ് ആർ ഡിവൈഡഡ് ഇൻ ടു ഡിഫറെൻറ്റ് കമ്പാർട്ട്മെൻറ്റ്. അത് ഓരോ കമ്പാർട്ട്മെൻ്റ് ആക്കിയിട്ടുണ്ട്. ആദ്യം ഭക്ഷണം ബക്കൽ കാവിറ്റി അഥവാ മൗത്തിലേക്ക് പോകുന്നു. എന്നിട്ടത് ഫുഡ് പൈപ്പ് അഥവാ ഈസോഫാഗസ്, എന്നിട്ടത് സ്റ്റൊമക്കിലേക്ക് എത്തും. അവിടുന്ന് സ്മോൾ ഇൻറ്റസ്റ്റൈൻ, പിന്നീട് ലാർജ് ഇൻറ്റസ്റ്റൈൻ, പിന്നെ റെക്റ്റം, പിന്നെ ആനസ്. അങ്ങനെയാണ് ഭക്ഷണത്തിൻ്റെ പാത്ത്. ദീസ് പാർട്സ് ടുഗെദർ ഫോം ദ എലിമെൻ്ററി കനാൽ ഓർ ഡൈജസ്റ്റീവ് ട്രാക്ട്. ഈ മൊത്ത പാർട്ടും ടുഗെദർ ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് എലിമെൻ്ററി കനാൽ അഥവാ ഡൈജസ്റ്റീവ് ട്രാക്ട് എന്ന് വിളിക്കും. ദ ഇന്നർ വാൾ ഓഫ് സ്റ്റൊമക് ആൻഡ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ ആൻഡ് ദ വേരിയസ് ഗ്ലാൻഡ്സ് അസോസിയേറ്റഡ് വിത്ത് ദ കനാൽ സച്ച് ആസ് സലൈവറി ഗ്ലാൻഡ്സ്, ദ ലിവർ ആൻഡ് ദ പാൻക്രിയാസ് സെക്രീറ്റ് ഡൈജസ്റ്റീവ് ജ്യൂസ്. അപ്പോൾ നമ്മൾ സ്റ്റൊമക്കിൻ്റെ വാൾസ്, ഇന്നർ വാൾ, അതുപോലെ തന്നെ സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ, പിന്നെ കനാലുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഗ്ലാൻഡ്സ്, സലൈവറി ഗ്ലാൻഡ്സ്, പിന്നെ ലിവർ, പാൻക്രിയാസ്, ഇവരൊക്കെ ഒരു ഡൈജസ്റ്റീവ് ജ്യൂസ് സെക്രീറ്റ് ചെയ്യും. ഈ ഡൈജസ്റ്റീവ് ജ്യൂസസ് എന്താക്കും? കോംപ്ലെക്സ് സബ്സ്റ്റൻസിനെ കൺവേർട്ട് ചെയ്യാൻ, സിംപ്ലർ സബ്സ്റ്റൻസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഈ ജ്യൂസസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദ ഡൈജസ്റ്റീവ് ട്രാക്ട് ആൻഡ് ദ അസോസിയേറ്റഡ് ഗ്ലാൻഡ്സ് ടുഗെദർ കോൺസ്റ്റിറ്റ്യൂട്ട് ദ ഡൈജസ്റ്റീവ് സിസ്റ്റം. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് വിളിക്കുന്നത്. The process of taking food into the body is called digestion. ഭക്ഷണം ഉള്ളിലേക്ക് എടുക്കുന്നതിന് ഇജഷൻ എന്ന് പറയും, ബോഡിയിലേക്ക് കൊടുക്കുന്ന ഇജഷൻ എന്ന് പറയും. നമ്മൾ എന്താക്കും? ആദ്യം ഭക്ഷണം വായിലേക്ക് വെച്ച് ആദ്യത്തെ ഫസ്റ്റ് പ്രോസസ്സ് എന്താ? നമ്മളത് ചവക്കും, ചൂ ചെയ്യും, അല്ലേ? അതിന് ഹെൽപ്പ് ചെയ്യുന്നത് ആരാ? ടീത്താണ് ഹെൽപ്പ് ചെയ്യുന്നത്. ടീത്ത് എന്താണ് ഹെൽപ്പ് ചെയ്യുന്നത്? സ്മോൾ പീസസ് ആക്കി തരും, അല്ലേ? ഭക്ഷണ സാധനത്തിന് സ്മോൾ പീസസ് ആക്കി മുറിച്ച് അത് നമ്മളെ സഹായിക്കും. Each tooth is rooted in a separate socket in the gums. ഓരോ സോക്കറ്റിലാണ് ഓരോ പല്ലുള്ളത്. Our teeth vary in appearance and perform different functions. ഒരു പല്ലിനെ പോലെ ആയിരിക്കില്ല മറ്റേ പല്ല് കാണാൻ.
ഡിഫറെൻ്റ് ഇൻ അപ്പിയറൻസ് ആയിരിക്കും, അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ഫങ്ഷനുമാണ് ഓരോന്നിനും. ഫിഗർ 2.3 അറേഞ്ച്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. മോളാർ, പ്രീമോളാർ, കനൈൻ, ഇൻസിസർ, ഇതാണ് നമ്മൾ 4 ടൈപ്പ് ഓഫ് ടീത്ത്. അതിൻ്റെ അറേഞ്ച്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഒരു അഡൽട്ടിന് എത്ര പല്ലുണ്ടാവും എന്നറിയാവോ നിങ്ങൾക്ക്? 32. ഒക്കെ ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പല്ല് കൊഴിഞ്ഞു പോയിട്ട് പുതിയ പല്ല് വരുന്നില്ലേ? അങ്ങനെ പൊരിഞ്ഞു പോകുന്ന പല്ലിന് എന്ത് വിളിക്കും? മിൽക്ക് ടീത്ത് എന്ന് വിളിക്കും. പിന്നീട് വരുന്ന പല്ല് അത് പെർമനൻ്റ് ആണ്, അതിനെ പെർമനൻ്റ് ടീത്ത് എന്നും പറയും. ദ സെലൈവ ബ്രേക്സ് ഡൗൺ ദ സ്റ്റാർച്ച് ഇൻ ടു ഷുഗേഴ്സ്. ഈ ഒരു പോയിന്റ് ട്രൂ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ആക്ടിവിറ്റി അവിടെ കൊടുത്തിട്ടുണ്ട്. ആക്ടിവിറ്റി 2.3. അവിടെ എന്താ പറയുന്നത്? 2 ടെസ്റ്റ് ട്യൂബ് എടുക്കാൻ. ഒരു ടെസ്റ്റ് ട്യൂബിനെ എ എന്നും ലാബിൽ ചെയ്യാം, മറ്റേതിനെ ബി എന്നും ലാബിൽ ചെയ്യാം. എന്നിട്ട് ഒരു ടെസ്റ്റ് ട്യൂബ് എയിൽ ബോയിൽ ചെയ്തിട്ടുള്ള കുറച്ച് റൈസ്, ബോയിൽഡ് റൈസ് എടുക്കാൻ. ഇൻ ടെസ്റ്റ് ട്യൂബ് ബിയിലോ ബോയിൽഡ് റൈസ് തന്നെ നമ്മളൊന്ന് ചൂ ചെയ്തിട്ട് ഒരു 3 to 5 minutes ചൂ ചെയ്തിട്ട് അതും ടെസ്റ്റ് ട്യൂബിൽ വെക്കാൻ. 2 ടെസ്റ്റ് ട്യൂബിലും 3 to 4 milliliter ഓഫ് വാട്ടർ അതിലേക്ക് പോർ ചെയ്ത് കൊടുക്കുക. എന്നിട്ടോ 2 to 3 drops ഓഫ് അയോഡിൻ സൊല്യൂഷനും അതിലേക്ക് ഇങ്ങനെ തുള്ളി തുള്ളിയായി ഇട്ടിട്ട് കൊടുക്കുക. 2 ടെസ്റ്റ് ട്യൂബിലും ആണേ. ഇനി നിങ്ങൾ ഒബ്സർവ് ചെയ്യും, അവിടെ എന്തായിരിക്കും സംഭവിക്കുക? ദ സെലൈവ ബ്രേക്സ് ഡൗൺ ദ സ്റ്റാർച്ച് ഇൻ ടു ഷുഗേഴ്സ്. അത് പ്രൂവ് ചെയ്യുന്ന ആക്ടിവിറ്റിയാണ് ആക്ടിവിറ്റി 2.3. അപ്പോൾ നമ്മൾ ഫുഡ് വായിലേക്കിട്ട് ചവച്ചു. ഇനി അവിടെ വേറൊരു ഓർഗൻ ഉണ്ട് ഡൈജസ്റ്റനിൽ ഹെൽപ്പ് ചെയ്യുന്നത്. അത് ഏതാ ഓർഗൻ? അതെ, ടങ്ങാണത്. ദ ടങ് ഈസ് എ ഫ്ലഷി മസ്കുലാർ ഓർഗൻ അറ്റാച്ച്ഡ് അറ്റ് ദ ബാക്ക് ടു ദ ഫ്ലോർ ഓഫ് ബക്കൽ കാവിറ്റി. അതൊരു മസ്കുലാർ ഫ്ലഷി ഓർഗൻ ആണ് ടങ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഫ്രീ അറ്റ് ദ ഫ്രണ്ട് ആൻഡ് ബി മൂവ്ഡ് ഇൻ ഓൾ ഡയറക്ഷൻ. ഫ്രണ്ടിൽ അത് ഫ്രീ ആയിട്ടാണുള്ളത്. ആൻഡ് വി ക്യാൻ മൂവ്, അത് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും ഇൻ ഓൾ ഡയറക്ഷൻ. നമ്മൾ എന്തിനാണ് ടങ് യൂസ് ചെയ്യുന്നത്? അതെ, നമ്മൾ ടങ് യൂസ് ചെയ്യുന്നത് സംസാരിക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ടങ്, അല്ലേ? ഡൈജഷനിൽ അതെങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? നമ്മളെ സലൈവ ഈ ഫുഡുമായിട്ട് മിക്സ് ആവും. അത് സ്വാലയിങ്, ഭക്ഷണം വിഴുങ്ങാൻ വേണ്ടിയിട്ട് സഹായിക്കും. പിന്നെ ഈ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ടേസ്റ്റ് തിരിയുന്നത് എങ്ങനെയാ? അത് നമ്മളെ ടങ് കൊണ്ടാണ്. ബിക്കോസ് ഇറ്റ് ഹാസ് ടേസ്റ്റ് ബഡ്സ്. ഫിഗർ 2.6 റീജിയൻ ഓഫ് ടങ് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, നമ്മൾ ടങ്ങിൻ്റെ ഓരോ ഭാഗവും ഓരോ ടേസ്റ്റാണ് ഡിറ്റക്റ്റ് ചെയ്യുന്നത്. അത് നമുക്ക് മനസ്സിലാക്കി തരാനാണ് ആക്ടിവിറ്റി 2.4 അവിടെ കൊടുത്തിട്ടുള്ളത്. അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്കത് കൂടുതലായിട്ട് മനസ്സിലാകും. ദ ഫുഡ് പൈപ്പ് ആൻഡ് ഈസോഫാഗസ്. നമ്മളപ്പോൾ വായിലേക്ക് ഫുഡ് ഇട്ടു, അത് ചവച്ചു, നമുക്ക് ടേസ്റ്റൊക്കെ ടങ് വഴി, ടേസ്റ്റ് ബഡ്സ് വഴി നമുക്ക് മനസ്സിലായി. നമ്മളിനിയപ്പോൾ അതെന്താക്കി? വിഴുങ്ങി. ഇനിയിപ്പോൾ അതെവിടെയാണ് പോവുക? ഈസോഫാഗസ് അഥവാ ഫുഡ് പൈപ്പിലേക്കാണ് ഇനി ആ ഫുഡ് പാർട്ടിക്കിൾ എത്തുന്നത്. ദ ഫുഡ് പൈപ്പ് റൺസ് അലോങ് ദി നെക്ക് ആൻഡ് ദി ചെസ്റ്റ്. അപ്പോൾ നമ്മൾ ഫുഡ് വായിലേക്ക് സ്വാലോ ചെയ്ത് കഴിഞ്ഞാൽ ഫുഡ് പൈപ്പ് വഴി അത് സ്റ്റൊമക്കിലേക്ക് എത്തുകയാണ് ചെയ്യുക. അപ്പം നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടാവും, നമ്മൾ ചിലപ്പോൾ ഫുഡൊക്കെ കഴിഞ്ഞാൽ വൊമിറ്റ് ചെയ്യുന്നില്ലേ? അതെന്തുകൊണ്ടായിരിക്കും? സ്റ്റൊമക്ക് ഫുഡ് റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫുഡ് പൈപ്പ് വഴി ആ ഫുഡ് പാർട്ടിക്കിൾസ് പുറത്തേക്ക് വരികയാണ് വൊമിറ്റിംഗ് വഴി നടക്കുന്നത്. ദ സ്റ്റൊമക്ക് ഈസ് എ തിക്ക് വോൾഡ് ബാഗ്. അതൊരു ബാഗ് പോലെയാണ്. ആൻഡ് ഇറ്റ് ഈസ് ജെ ഷേപ്ഡ്. സ്റ്റൊമക്ക് എന്താ ചെയ്യുന്നത്? ഫുഡ് പാർട്ടിക്കിൾസ് ഈസോഫാഗസ് വഴി വരുന്ന ഫുഡ് പാർട്ടിക്കിൾസിനെ റിസീവ് ചെയ്യുന്നു. എന്നിട്ട് അത് സ്മോൾ ഇൻറ്റസ്റ്റൈനിൻ്റെ ഭാഗത്തേക്ക് എത്തിക്കുന്നു. അതാണ് സ്റ്റൊമക്ക് ചെയ്യുന്നത്. The inner lining of the stomach secretes mucus, hydrochloric acid and digestive juices. ഇവിടെ മ്യൂക്കസ് ചെയ്യുന്നത് സ്റ്റൊമക്കിൻ്റെ ലൈനിങ്ങിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്ന് പറയുന്നതാണ്. എന്നാൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്താ ചെയ്യുന്നത്? അത് ബാക്ടീരിയാസിനെ കില്ല് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഫുഡ് പാർട്ടിക്കിൾസിൻ്റെ കൂടെ വരുന്ന ബാക്ടീരിയനെ അത് ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. ആൻഡ് മേക്സ് ദ മീഡിയം ഇൻ ദ സ്റ്റൊമക്ക് അസിഡിക്. സ്റ്റൊമക്കിനെ മീഡിയം അസിഡിക് ആക്കി മാറ്റുകയും ചെയ്യുന്നു. ആൻഡ് ഹെൽപ്സ് ദ ഡൈജസ്റ്റീവ് ജ്യൂസസ് ടു ആക്ട്. അപ്പോൾ ഡൈജസ്റ്റീവ് ജ്യൂസസ് എന്ത് ചെയ്യും? അവർ ബ്രേക്ക് ഡൗൺ ചെയ്യും പ്രോട്ടീൻസിനെ ഇൻ ടു സിംപ്ലർ സബ്സ്റ്റൻസിലേക്ക്. ദ സ്മോൾ ഇൻറ്റസ്റ്റൈൻ.
The small intestine is highly coiled and is about 7.5 meters long. അപ്പോൾ ഫുഡ് പാർട്ടിക്കിൾസ് സ്മോൾ ഇൻറ്റസ്റ്റൈനിലെത്തിയേ. അപ്പോൾ സ്മോൾ ഇൻറ്റസ്റ്റൈനിൻ്റെ എത്ര മീറ്റർ ഉണ്ട്? 7.5 മീറ്റർ ലോങ്. അതൊന്ന് നോട്ട് ചെയ്യണേ. ഇറ്റ് റിസീവ്സ് സെക്രീഷൻസ് ഫ്രം ദ ലിവർ ആൻഡ് പാൻക്രിയാസ്. ആൻഡ് അതിൻ്റെ വോളും കൂടി ഒരു ജ്യൂസ് സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. നമ്മളെ ലിവറില്ലേ, അതൊരു റെഡിഷ് ബ്രൗൺ ഗ്ലാൻഡാണ്. സിറ്റുവേറ്റഡ് ഓൺ ദ upper part of the abdomen on the right side. ലിവർ ലാർജസ്റ്റ് ഗ്ലാൻഡ് ഓഫ് ദ ബോഡിയാണ്. അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കണം കേട്ടോ. ആൻഡ് അതൊരു ജ്യൂസിനെ സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. ആ ജ്യൂസിൻ്റെ പേരാണ് ബൈൽ ജ്യൂസ്. ആൻഡ് ഇറ്റ് ഈസ് സ്റ്റോർഡ് ഇൻ എ സാക്ക് കോൾഡ് ഗോൾ ബ്ലാഡർ. ആൻഡ് ബൈൽ പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദ ഡൈജഷൻ ഓഫ് ഫാറ്റ്. ഫാറ്റിനെ ഡൈജഷൻ ചെയ്യാൻ ഒരു ഇമ്പോർട്ടൻറ്റ് റോള് തന്നെ ബൈൽ ജ്യൂസ് നിർവഹിക്കുന്നുണ്ട്. ദ പാൻക്രിയാറ്റിക് ജ്യൂസ് ആക്ട് ഓൺ കാർബോഹൈഡ്രേറ്റ്സ്, ഫാറ്റ്സ് ആൻഡ് പ്രോട്ടീൻ ആൻഡ് ചേഞ്ചസ് ദം ഇൻ ടു സിംപ്ലർ ഫോംസ്. അപ്പോൾ പാൻക്രിയാറ്റിക് ജ്യൂസസ് ഇപ്പം നമുക്ക് ആദ്യം പാൻക്രിയാസിനെ കുറിച്ച് പറയാം. പാൻക്രിയാസ് എന്ന് പറയുന്നത് എന്താ? ഒരു ലാർജ് ക്രീം കളേർഡ് ഗ്ലാൻഡ് ആണ്. ലൊക്കേറ്റഡ് ജസ്റ്റ് ബിലോ ദി സ്റ്റൊമക്ക് ആണ്. ആൻഡ് ഇവിടുന്ന് വരുന്ന ജ്യൂസിൻ്റെ പേരാണ് പാൻക്രിയാറ്റിക് ജ്യൂസ്. ഇതെന്താ ചെയ്യുന്നത്? കാർബോഹൈഡ്രേറ്റ്സിനെയും ഫാറ്റിനെയും അതുപോലെ തന്നെ പ്രോട്ടീനെയും സിംപ്ലർ ഫോംസിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ് സഹായിക്കുന്നത്. അങ്ങനെ പാർഷ്യലി ഡൈജസ്റ്റ് ആയിട്ടുള്ള ഫുഡ് പാർട്ടിക്കിൾസ് ലോവർ പാർട്ട് ഓഫ് ദ ഇൻറ്റസ്റ്റൈനിൽ വന്നിട്ട് സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ വന്നിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ കറൻറ്റ് സിറ്റുവേഷനിൽ ദ കാർബോഹൈഡ്രേറ്റ്സ് ഗെറ്റ് ബ്രോക്കൺ ഇൻ ടു സിമ്പിൾ ഗ്ലൂക്കോസ് സച്ച് ആസ് simple sugars such as glucose. അവിടെ തെറ്റിപ്പോയിട്ടുണ്ട്. Simple sugars such as glucose, fats into fatty acid and glycerol and protein into amino acid. ഈ ഒരു കൺവേർഷൻ ശ്രദ്ധിച്ച് പഠിച്ചു വെക്കണം. ഓക്കെ. The digested food can now pass into the blood vessels in the wall of the intestine. This process is called absorption. അപ്പം നമ്മുടെ ഈ ഇന്നർ വോൾസിൽ തൗസൻഡ്സ് ഓഫ് ഫിംഗർ ലൈക്ക് ഔട്ട്ഗ്രോസ് ഉണ്ട്, സ്ട്രക്ചേഴ്സ് ഉണ്ട്, ഫിംഗർ ലൈക്ക് സ്ട്രക്ചേഴ്സ്. ഇതിനെ വിളിക്കുന്ന പേരാണ് വില്ലി. ഇനി വില്ലിൻ്റെ റോൾ എന്താ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇറ്റ് ഇൻക്രീസ് ദ സർഫേസ് ഏരിയ ഫോർ അബ്സോർപ്ഷൻ ഓഫ് ദ ഡൈജസ്റ്റീവ് ഫുഡ്. ഈച്ച് വില്ല ഹാസ് എ നെറ്റ്വർക്ക് ഓഫ് തിൻ ആൻഡ് സ്മോൾ ബ്ലഡ് വെസൽസ് ക്ലോസ് ടു ഇറ്റ് സർഫേസ്. അപ്പോൾ തിൻ ആൻഡ് സ്മോൾ ബ്ലഡ് വെസൽസ് ഉണ്ട്. ദ സർഫേസ് ഓഫ് വില്ലെ അബ്സോർബ് ദ ഡൈജസ്റ്റീവ് ഫുഡ് മെറ്റീരിയൽസ്. അതിൻ്റെ സർഫേസ് അബ്സോർബ് ചെയ്യുന്നുണ്ട്. ഇനി ഈ അബ്സോർബ് ചെയ്തിട്ടുള്ള സബ്സ്റ്റൻസ് ആർ ട്രാൻസ്മിറ്റഡ്. അത് ട്രാൻസ്മിറ്റേറ്റ് വൈ ദ ബ്ലഡ് വെസൽസ് ടു ഡിഫറെൻറ്റ് ഓർഗൻ. പല ഓർഗൻസിലേക്കായിട്ട് അത് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. വേർ ദേ ആർ യൂസ് ടു ബിൽഡ് കോംപ്ലെക്സ് സബ്സ്റ്റൻസ് സച്ച് ആസ് പ്രോട്ടീൻ റിക്വയർഡ് ബൈ ദ ബോഡി. ഈ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് അസിമിലേഷൻ. ഒരു സെല്ലിൽ ഗ്ലൂക്കോസ് ബ്രേക്ക് ഡൗൺ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഓക്സിജൻ ഇൻ ടു കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ. ഒരു സെല്ലിൽ ഗ്ലൂക്കോസ് ബ്രേക്ക് ഡൗൺ ആണ്. അത് എന്തിൻ്റെ ഹെൽപ്പിൽ? ഓക്സിജൻ്റെ ഹെൽപ്പോടുകൂടി കാർബൺ ഡൈ ഓക്സൈഡായിട്ടും അതുപോലെ തന്നെ വാട്ടറായിട്ടും ബ്രേക്ക് ഡൗൺ ആവുന്നത്. ആൻഡ് എനർജി ഈസ് റിലീസ്ഡ്. എനർജിയും അവിടെ റിലീസ് ആവുന്നുണ്ട്. അപ്പോൾ ഇത്രയും പ്രോസസ്സായിട്ടും ചില ഭക്ഷണ പദാർത്ഥങ്ങൾ ഇനിയും ഡൈജസ്റ്റ് ആവാതെ നിന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ അബ്സോർവ് ആവാതെ നിന്നിട്ടുണ്ടാവും. അതിനെ ലാർജ് ഇൻറ്റസ്റ്റൈനിലേക്ക് മൂവ് ചെയ്യും, ആ ഫുഡ് പാർട്ടിക്കിൾസ് മാത്രം. ലാർജ് ഇൻറ്റസ്റ്റൈൻ എന്താ? വൈഡർ ആണ് ആൻഡ് ഷോർട്ടർ ദാൻ സ്മോൾ ഇൻറ്റസ്റ്റൈൻ. ഇറ്റ് ഈസ് അബൌട്ട് 1.5 മീറ്റർ ഇൻ ലെങ്ത് ശ്രദ്ധിക്കണം, സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെയും അതുപോലെ തന്നെ ലാർജ് ഇൻറ്റസ്റ്റൈൻ്റെയും. ഈ അൺഡൈജസ്റ്റഡ് ആയിട്ടുള്ള ഫുഡ് പാർട്ടിക്കിൾസിൽ നിന്നും അബ്സോർബ് വാട്ടർ ആൻഡ് അതുപോലെ തന്നെ സം സാൾട്ട് അബ്സോർബ് ചെയ്യലാണ് ഇതിൻ്റെ ഡ്യൂട്ടി. എന്നിട്ടും ബാക്കി കുറച്ച് വേസ്റ്റ് വരുമല്ലോ ഫുഡ് പാർട്ടിക്കിൾസിൽ നിന്നും, അത് രക്തത്തിലേക്ക് മൂവ് ചെയ്യും, ഒരു സെമി സോളിഡ് ഫേസസ് ആയി മാറും. ഈ ഒരു മാറ്റർ ആനസ് വഴി റിമൂവ് ചെയ്യും. ഈ ഒരു പ്രോസസ്സിനെ ഇജഷൻ എന്ന് പറയും. അപ്പം ഇങ്ങനെയാണ് ഡൈജഷൻ പ്രോസസ്സ് നടക്കുന്നത്, ഇത്രയും കോംപ്ലെക്സ് ആയിട്ട്. ഇറ്റ്സ് എ വെരി ലാർജ് പ്രോസസ്സ്. പക്ഷേ ഇത് നിങ്ങളിങ്ങനെ ഇമാജിൻ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും.
പഠിക്കുമ്പോൾ ഓർത്തു വെക്കാൻ പറ്റും. നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യേണ്ടി വരില്ല. ഓക്കെ, ഇനി നമുക്ക് ഡൈജഷൻ ഇൻ ഗ്രാസ് ഈറ്റിംഗ് ആനിമൽസ് നോക്കാം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ലേ, കൗസ് അതുപോലെ തന്നെ ബഫലോ, അവരൊക്കെ ഇങ്ങനെയുള്ള ഗ്രാസ് ഈറ്റിംഗ് ആനിമൽസ് എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് ചവച്ചുകൊണ്ടേയിരിക്കുന്നുണ്ടാവും. അവർ ഈ ഭക്ഷണം കഴിക്കാതിരിക്കില്ല, പക്ഷെ അവരെപ്പോഴും ഇങ്ങനെ ചവച്ചുകൊണ്ടേയിരിക്കുന്നുണ്ടാവും. നിങ്ങളിത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ലേ? ഇവിടെ എന്താ നടക്കുന്നതെന്നറിയാമോ? ആക്ച്വലി അവർ ഫുഡ് പെട്ടെന്ന് സ്വാലോ ചെയ്യും. എന്നിട്ട് അവർ അത് സ്റ്റൊമക്കിൻ്റെ ഒരു ഭാഗത്ത്, റുമൻ എന്ന് പറയുന്ന ഭാഗത്ത് ഈ ഫുഡ് പാർട്ടിക്കിൾ സ്റ്റോർ ചെയ്ത് വെക്കും. ഇപ്പോൾ ആ ഫുഡ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് പാർഷ്യലി ഡൈജസ്റ്റഡ് ആയിരിക്കും. അതിനെ വിളിക്കുന്ന പേരാണ് കഡ്. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ ഈ കഡ് അവർ റിട്ടേൺസ് ടു ദ മൗത്തിലേക്ക് കൊണ്ടുവരും. എന്നിട്ട് വീണ്ടും അത് ചൂ ചെയ്യും. ഈ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് റൂമിനേഷൻ. ഇങ്ങനെ ചെയ്യുന്ന ആനിമൽസിനെ റൂമിനൻസ് എന്നും വിളിക്കും. നമുക്കറിയാം, ഗ്രാസ് എന്ന് പറയുന്നത് സെല്ലുലോസ് കൊണ്ട് റിച്ച് ആണ്. അതൊരു ടൈപ്പ് ഓഫ് കാർബോഹൈഡ്രേറ്റ് ആണ്. ഇനി കാറ്റിൽസ് ലൈക്ക് ഡീർ എക്സെട്ര, ഇവരൊക്കെ റുമലിൽ ബാക്ടീരിയ ഉണ്ടാവും. ആൻഡ് ആ ബാക്ടീരിയയാണ് ഈ സെല്ലുലോസിനെ ഡൈജസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. ബട്ട് മെനി ആനിമൽസ് ഇൻക്ലൂഡിങ് ഹ്യൂമൻസ് കനോട്ട് ഡൈജസ്റ്റ് സെല്ലുലോസിനെ ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ കാറ്റിൽസ് ലൈക്ക് ഡീറിനൊക്കെ പറ്റും, കൗ ബഫലോസിനൊക്കെ പറ്റും. അത് ആ ബാക്ടീരിയൻ്റെ പ്രസൻസ് ആണ്, റുമലിൽ കാണുന്ന ബാക്ടീരിയൻ്റെ പ്രസൻസ് കൊണ്ടാണ്. Animals like horses, rabbit, etc. have a large sac-like structure. അപ്പോൾ a large sac-like structure called cecum between the esophagus and small intestine. ഈസോഫാഗസിൻ്റെയും സ്മോൾ ഇൻറ്റസ്റ്റൈനിൻ്റെയും ബിറ്റ്വീനിലായിട്ട് ഒരു ലാർജ് സാക്ക്-ലൈക്ക് സ്ട്രക്ചർ ഉണ്ട്. സീകം എന്നാണ് അതിന് പറയാം. ഇവിടെ പ്രസൻറ്റ് ചെയ്തിട്ടുള്ള ചില ബാക്ടീരിയകൾ കൊണ്ട് ആ ഫുഡ് പാർട്ടിക്കിൾസ് ഡൈജസ്റ്റ് ചെയ്യും. ആൻഡ് ഈ ടൈപ്പ് ആ സീക്കത്തിൽ കാണുന്ന ബാക്ടീരിയ ഹ്യൂമൻസിൽ പ്രസൻറ്റേ അല്ല. ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. അങ്ങനെ ആ ആനിമൽസിൽ ഡൈജഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആവുകയാണ്. ഇനി ഫീഡിങ് ആൻഡ് ഡൈജഷൻ ഇൻ അമീബ. അമീബ എന്ന് പറയുന്നത് ഒരു മൈക്രോസ്കോപ്പിക് സിംഗിൾ സെൽഡ് ഓർഗാനിസമാണ്. ഇത് കാണുന്നത് പോണ്ട് വാട്ടറിലൊക്കെയാണ്. അമീബക്ക് സെൽ മെംബ്രെയിൻ ഉണ്ട്, എ റൗണ്ടഡ് ഡെൻസ് ന്യൂക്ലിയസ് ഉണ്ട്, ആൻഡ് മെനി സ്മോൾ ബബിൾ ലൈക്ക് വാക്യൂൾസ് ഉണ്ട്. ബബിൾ ലൈക്ക് വാക്യൂൾസും കാണപ്പെടുന്നുണ്ട്. അതിനൊരു ഫിഗർ 2.10 കൊടുത്തിട്ടുണ്ട് അമീബാൻ്റെ ഫിഗർ. അതൊന്ന് ശ്രദ്ധിക്കുക. ഈ സ്മോൾ ബബിൾ ലൈക്ക് വാക്യൂൾസ് കാണുന്നത് അതിൻ്റെ സൈറ്റോപ്ലാസത്തിലാണ്. അമീബ പെട്ടെന്ന് അതിൻ്റെ ഷേപ്പും പൊസിഷനും ഒക്കെ മാറ്റും. അത് പെട്ടെന്നൊരു ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ ഒന്ന് പുറത്തേക്ക് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്യുക. ഒരു ഫിംഗർ ലൈക്ക് ഒരു സ്ട്രക്ചറിനെ ഇങ്ങനെ പുറത്തേക്ക് പെട്ടെന്ന് അത് പ്രൊജക്റ്റ് ചെയ്യും. ഇതെന്തിനാന്ന് പറഞ്ഞാൽ അതിന് ഒന്ന് മൂവ് ചെയ്യാനും അതുപോലെ തന്നെ ക്യാപ്ചർ ദ ഫുഡ് ക്യാപ്ചർ ചെയ്യാനും വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ വരുന്നില്ലേ പുറത്തേക്ക്, അതിനെ വിളിക്കുന്ന പേരാണ് സുഡോപോഡിയ. ഇതെന്തിനാന്ന് വെച്ചാൽ ഫോർ ദ മൂവ്മെൻറ്റ് ആൻഡ് ക്യാപ്ചർ ഓഫ് ഫുഡ്. ഈ രണ്ട് കാര്യത്തിന് വേണ്ടിയിട്ടാണ് സുഡോപോഡിയ, ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ പുറത്തേക്ക് വരുന്നത്. അമീബ ഫീഡ്സ് ഓൺ സം മൈക്രോസ്കോപ്പിക് ഓർഗാനിസം. അതിന് ഫുഡ് ഉണ്ടെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അത് സുഡോപോഡിയനെ പുറത്തേക്ക് പുഷ് ചെയ്യും. ഫുഡ് പാർട്ടിക്കിൾസിൻ്റെ അടുത്തേക്ക് പോവും, എന്നിട്ട് അതിനെ എൻഗൾഫ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫുഡ് ട്രാപ്പ് ചെയ്യും, ഫുഡ് വാക്യൂളിൽ ആവും. അതൊരു ട്രാപ്പ് പോലെയാണ് ചെയ്യുന്നത്. ഫുഡിൻ്റെ അടുത്തേക്ക് പോവും, പ്രൊജക്ഷൻ ഇങ്ങനെ ആവും, പുറത്തേക്ക് വരും, എന്നിട്ട് ഫുഡിൻ്റെ അടുത്ത് പോയിട്ട് അത് എൻഗൾഫ് ചെയ്യും. ദ ഫുഡ് ബിക്കംസ് ട്രാപ്ഡ് ഇൻ എ ഫുഡ് വാക്യൂൾ. അങ്ങനെ ഫുഡ് വാക്യൂളിലേക്ക് ഫുഡ് എത്തി. ഡൈജസ്റ്റീവ് ജ്യൂസസ് ആർ സെക്രീറ്റഡ് ഇൻ ടു ദ ഫുഡ് വാക്യൂൾ. ഫുഡ് വാക്യൂളിലേക്ക് ഡൈജസ്റ്റീവ് ജ്യൂസസ് സെക്രീറ്റ് ചെയ്ത് അത് ഫുഡിലേക്ക് ആക്ട് ചെയ്തിട്ട് അത് ബ്രേക്ക് ഡൗൺ ആവും. സിംപിളർ സബ്സ്റ്റൻസിലേക്കായിട്ട് അത് മാറും വിത്ത് ദി ഹെൽപ്പ് ഓഫ് ദിസ് ഡൈജസ്റ്റീവ് ജ്യൂസസ്. അങ്ങനെ ഗ്രാജ്വലി ഈ ഡൈജസ്റ്റഡ് ഫുഡ് എന്താവും, അബ്സോർബ്ഡ് ആവും. ഈ അബ്സോർബ് ചെയ്തിരിക്കുന്ന സബ്സ്റ്റൻസ് എന്തിനാണ് അവർ യൂസ് ചെയ്യുന്നത്? ഫോർ ദെയർ ഗ്രോത്ത്, മെയിൻ്റെനൻസ് ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ. ഈ കാര്യത്തിനൊക്കെ ഈ അബ്സോർബ്ഡ് സബ്സ്റ്റൻസ് അവർ യൂസ് ചെയ്യും. ഇനി അൺഡൈജസ്റ്റഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾ ഉണ്ടാവില്ലേ, അവരതെന്താക്കും, എക്സ്പെൽഡ് ഔട്ട്സൈഡ് ബൈ ദ വാക്യൂൾ ഉപയോഗിച്ചുകൊണ്ട് അത് അവർ പുറത്തേക്ക് തള്ളും. ദ ബേസിക് പ്രോസസ് ഓഫ് ഡൈജഷൻ ഓഫ് ഫുഡ് ആൻഡ് റിലീസ് ഓഫ് എനർജി ഈസ് ദ സെയിം ഇൻ ഓൾ ആനിമൽസ്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇത്ര നേരം പറഞ്ഞത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു.
എല്ലാം ഒന്ന് ഇമാജിൻ ചെയ്തിട്ട് പഠിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും, പഠിക്കാൻ പറ്റും. ഇമാജിൻ ചെയ്ത് പഠിക്കുക. താങ്ക് യു.